കുമ്പിടു. ഗുഡ് മോർണിംഗ്. കുമ്പിടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചാൽ കുമ്പിട. ഗുഡ് മോർണിംഗ്. എല്ലാരും പോയി. അമ്മയുടെ ദിവസമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെള്ളം നിറഞ്ഞ മൂന്നടാ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഇപ്പോൾ 8 മണിയായി. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ്. ഇന്ന് കുഞ്ഞാവയുടെ ചോറൂണാണ്. നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ തന്നെ ആദ്യത്തെ ചോറൂണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ഒരു വീഡിയോ ആക്കിയേക്കാന്ന്. അപ്പോൾ സാരിയൊക്കെ കൊടുക്കണം. അവളിന്ന് നല്ല ഉറക്കം, അല്ലെങ്കിലും രാവിലെ നല്ല ഉറക്കമായിരിക്കും. എന്തായാലും എണീപ്പിക്കണം, അവളെ ഒരുക്കണം, ഉടുപ്പൊക്കെ ഇടിക്കണം, പുതിയ ഉടുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇടിക്കണം. നല്ല എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ കുഞ്ഞാവയുടെ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കാൻ പാടില്ല, 8:30 ആകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നല്ല കൊതുകുണ്ട് രാവിലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് കാണാം. ഇനി അധികം സമയമില്ല, റെഡി ആയിട്ട് കാണാം. വാട്ട് ഈസ് ദിസ്? ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവൾ പിന്നെയും കിടന്ന് ഉറങ്ങുന്ന കൊച്ചിനെ കുത്തി ഉണർത്താൻ താല്പര്യം ഉണ്ടായിട്ടല്ല, അവളുടെ ചോറൂണല്ലേ, അവളില്ലാതെ നമ്മളെങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പിന്നെ അവളെ എണീപ്പിച്ച് ഞാൻ സാരി എടുത്ത് അമ്മയെ റെഡിയായി അവൾ ഒരുക്കാൻ പോവാണ്. അവൾ ഒരുക്കുന്നത് ഒരു ചടങ്ങാണ്. അവൾക്ക് ഇഷ്ടമല്ല മോദി ഇങ്ങനെ കരിയൊക്കെ തേക്കുന്നത്, നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം മെയിനായിട്ട് അവൾ അങ്ങനെ ഒരുക്കാത്ത. ഇന്ന് പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ ചെറിയൊരു പൊട്ടൊക്കെ ഉള്ള നല്ല രസമല്ലേ. എന്നിട്ട് എല്ലാവരും ചോദിക്കും അവൾ എന്തോ ഒരുക്കാത്തുന്നത്. ഇതാണ് അവസ്ഥ. ഈ പാദസരം ചേച്ചി ഇന്നലെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ അതും കൂടി ഇട്ടേക്കാന്ന് വെച്ച് ഉടുപ്പും ചേച്ചിയുടെ വകയാണ്. ചോറുകൊണ്ട് ഡിസംബറിലാണ് നടത്തിയത്. വീഡിയോ ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ. ഇടണോ വേണ്ടയോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. ചേട്ടാ ഇതേ പൂവും വാങ്ങിച്ചുകൊണ്ട് വന്ന്. എനിക്ക് ഒരുപാട് പൂവൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. പിന്നെ അമ്മയ്ക്കും പൂ വെച്ച് കൊടുത്ത് ഞങ്ങളിതേ ഇറങ്ങി. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ അമ്പലം, നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആദ്യത്തെ ചോറൂണെന്ന് നമ്മൾക്കിങ്ങനെ നേർച്ചയുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കൊടുത്തേക്കാന്ന് കരുതി അങ്ങനെ അമ്മയ്ക്കും പൂവൊക്കെ വെച്ച് കൊടുത്ത് അവരാദ്യമേ സ്കൂട്ടിയിൽ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ചേട്ടാ എന്നെ വിളിക്കാൻ വന്നു. അങ്ങോട്ട് വണ്ടിയിൽ പോയി. അപ്പം ചേട്ടാ എന്നെ വിളിക്കാൻ വരും. മുമ്പത്തെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് കൊറ്റംകുളങ്ങര അമ്പലം. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. അടുത്ത് തന്നെയാണ്. ഞാനും എൻ്റെ ചേച്ചിയൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചത്. ചേട്ടായി തൊട്ടപ്പുറത്ത് വേറെ സ്കൂളിലാണ് പഠിച്ചതും. നമ്മൾ 9 മണിക്ക് മുമ്പേ അമ്പലത്തിലെത്തി. അപ്പോൾ മാമനും മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ആങ്ങളയാട്ടോ അത്. അമ്മയാണ് മൂത്തത്. അമ്മയ്ക്ക് ഇനി ഒരു അനിയത്തിയുണ്ട്. പിന്നെ ഇതാണ് അമ്മയുടെ അനിയൻ. അങ്ങനെ അത് ചടങ്ങ് തുടങ്ങാൻ പോയി. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവള് കാറി പൊളിക്കുമോന്ന്. പക്ഷെ ഭാഗ്യത്തിന് അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഈ മേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെണ്ടകൊട്ടുമൊക്കെ കേട്ടങ്ങിരിക്കുമായിരുന്നു. അവിടെ നന്ദുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടി. അപ്പോൾ നന്ദുചേട്ടനെ കൊണ്ട് വീഡിയോ ഒക്കെ ഞങ്ങൾ എടുപ്പിച്ചത്. അങ്ങനത്തെ ചോറൂണൊക്കെ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു മനസ്സിൽ. അവളാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കും, ഇങ്ങനെ നുണയുമൊക്കെ ചെയ്യുമായിരുന്നു. മധുരമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മധുരമാണ്. പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നുണയുമായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ചിങ്ങനെ തൊട്ട് നാവിൽ വെച്ച് കൊടുത്ത്. ഈ ചോറൂണ് നടക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ വന്നതായിരുന്നു ചോറൂണ് നടത്താൻ വേണ്ടി. അപ്പോൾ ലേറ്റായിപ്പോയി. 10:30-11 മണിയായി. ഞങ്ങൾക്ക് സമയം അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സമയം കഴിഞ്ഞു പോയെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം വന്നത്. അപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് നടന്നില്ലല്ലോ എന്ന്. പക്ഷെ അന്ന് ചെന്നപ്പോൾ 2 സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറൂണ്. രണ്ടും ഭംഗിയായിട്ട് നടന്ന്. അങ്ങനത്തെ അച്ഛനും അമ്മയും വന്ന്. അവർക്ക് രാവിലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഇച്ചിരി ഒന്ന് താമസിച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ എത്തി കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തെ കൃഷ്ണൻ അമ്പലത്തിൽ നമ്മൾ തൊഴാൻ പോയി. ഇപ്പോൾ അവിടെ നമ്മളെ കൊണ്ട് മഞ്ചാടിയൊക്കെ വാരിപ്പിച്ച്. മഞ്ചാടി വാരി കുസൃതി കൂടുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പാലച്ചോട് അമ്പലത്തിൽ പോയി. പാലച്ചോട് അമ്പലം ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളൂ. അക്കരെയുള്ള നമ്മുടെ അമ്പലമാണ്, നമ്മുടെ വീടിനടുത്തുള്ള അമ്പലം. അതാണ് നമ്മുടെ സ്വന്തം വീടിനടുത്തുള്ള അമ്പലം. അവിടെയും അന്ന് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കനോപ്പിയൊക്കെ ഇട്ടാണ് പോയത്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു നീർക്കോലി അതിലേ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മളിതേ അമ്പലത്തിലെത്തി. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ബോട്ട്. അപ്പോൾ വെള്ളക്കൂടുതലുള്ളതുകൊണ്ട് ബോട്ട് പോയപ്പോൾ നല്ല ഓളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇങ്ങോട്ട് തെറിച്ച് കയറി. പാലച്ചോട് നമ്മൾ ചോറ് കൊടുത്തപ്പോൾ ഇത്തിരി ലേറ്റായി. അവിടെ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഗുരുതിയും വേറെ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി താമസിച്ചാണ് തുടങ്ങിയത്.
അവൾ കുറച്ചൊന്ന് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ചൂടെടുത്തിട്ടാണെന്നെങ്കിൽ ഇത് ഉടുപ്പൊക്കെ ഊരിയത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ആൾക്കാരൊക്കെ അമ്മച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ അയൽക്കാരാണ്, പക്ഷെ നമ്മൾ എന്നും കാണുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇക്കരെ ആയത് കാരണം വല്ല വിശേഷത്തിനൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സംസാരമായിരുന്നു. അവളെല്ലാവരെയും കണ്ട് നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ അലമ്പില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇറിറ്റേറ്റഡ് ആകും. പിന്നെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ കാലിൻ്റെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഉണ്ണിച്ചേട്ടനും കുട്ടികളൊക്കെ വന്നായിരുന്നു. ശ്രീകുട്ടനെ അവരെ വിളിക്കാൻ പോയപ്പോൾ ഒരു സ്പീഡ് ബോട്ട് പെട്ടെന്ന് എത്തി. അവരും കൂടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൂണ് നടത്തിയത്. കുഞ്ഞു മുണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൊറ്റംകുളങ്ങര വെച്ച് നമ്മളത് ഉടുക്കാൻ മറന്നുപോയി. അവൾ ആ ഇട്ട് ഉടുപ്പിട്ട് തന്നെയാണ് ചോറൂണ് നടത്തിയത്. അപ്പോൾ ഇവിടെ വെച്ച് പൂമാലയും വേണം മുണ്ടുമൊക്കെ ഉടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തത്. അങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് മാലയൊക്കെ ഇട്ട് അവളുടെ ചോറുണ്ണാൻ പോവാണ് അവിടെ പാലച്ചേട് അമ്പലത്തിൽ. ആ സമയത്ത് മണ്ഡലകാലമായിരുന്നു. അപ്പോൾ 41 ദിവസം ഈ കഞ്ഞിയും കുഴയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും വന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള എല്ലാവരും കഞ്ഞി കുടിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ആണല്ലോ, അപ്പോൾ വെള്ളിയാഴ്ചയുടെ വിശേഷമുള്ള ദിവസമാണ്. അപ്പോൾ അതേ ശാന്തി വന്ന് പുണ്യാഹൊക്കെ തളിച്ച് നമ്മളകത്തോട്ട് കുഞ്ഞിനെയും കൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കയറിയപ്പോൾ ശാന്തി മാലയൊക്കെ ഇട്ട്. ഈ സെയിം ശാന്തി കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിനും ഉണ്ടായിരുന്നത്, പൂജയൊക്കെ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിന് ശാന്തിയാണ് വന്നിട്ടുണ്ടായിരുന്നേന്ന്. കല്യാണം കഴിഞ്ഞ് 5 വർഷം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടില്ല ശാന്തിക്ക്. പിന്നെ പറഞ്ഞപ്പോൾ മനസ്സിലായി. അങ്ങനത്തെ ചോറൂണൊക്കെ തുടങ്ങി. ഇവിടെ വേറൊരു രീതിയിലായിരുന്നു കേട്ടോ. കൊറ്റംകുളങ്ങര ചേട്ടായി കൊടുത്തു കഴിഞ്ഞ് ഞാനും കൊടുത്തായിരുന്നു ചോറൂണ്. ഇവിടെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് അമ്മ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചേട്ടായി തന്നെ ആദ്യമേ വായിലൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഞാനും കൊടുത്തു. ഇവിടെ വെച്ചും അവൾ അലമ്പൊന്നും ഇട്ടില്ല കേട്ടോ ഭാഗ്യത്തിന്. ഞാൻ ഈ സമയമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാങ്കി ആകാറുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് അങ്ങനെ അവൾ അലമ്പൊന്നും ഇട്ടില്ല. ഇങ്ങനെ നുണഞ്ഞിരിക്കുമായിരുന്നെല്ലാം. അങ്ങനെ എല്ലാവരും ചോറും പായസമൊക്കെ കൊടുത്ത് എല്ലാവരും കുറച്ചേശേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതേ മധുരമൊക്കെ കഴിച്ച് മത്തടിച്ചിരിക്കുമായിരുന്നു ഒരാൾ. അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഞാനും കൊടുത്ത്. ജസ്റ്റ് അല്ലാതെ തൊട്ട് വായി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. മധുരം ഉണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു, തേനും ഉപ്പും ചോറും കറുത്ത പായസം, അങ്ങനെ 3-4 ഉണ്ടായിരുന്നു. അവൾക്ക് അവിടെ തന്നെ ഒരു തുലാഭാരം ഉണ്ടായിരുന്നു. അത് അമ്മയുടെ നേർച്ചയായിരുന്നു. അപ്പോൾ പഞ്ചസാര കൊണ്ടായിരുന്നു. അങ്ങനത്തെ തുലാഭാരമൊക്കെ നടത്തി. ഞാൻ വിചാരിച്ചു അവൾ കമിഴുന്ന സമയമായിരുന്നല്ലോ, കമിഴുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് അങ്ങനെ കറങ്ങിക്ക് ഇരിക്കുമായിരുന്നു കേട്ടോ. കരഞ്ഞുമില്ല ഭാഗ്യത്തിന്. പിന്നെ ചുറ്റിനും എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. ലാസ്റ്റായപ്പോൾ ഒന്ന് ചരിയാൻ നോക്കി, അപ്പോഴേക്കും ചേച്ചി ഞാനൊക്കെ കയറി പിടിച്ചവൾ വീഴത്തൊന്നും ഇല്ല. അങ്ങനെ അതും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി. നമ്മളവിടെ നിന്ന് മനസ്സ് നിറഞ്ഞാട്ടോ ഇറങ്ങിയ. 2 സ്ഥലത്തും ചോറൂണും കഴിഞ്ഞ് തുലാഭാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ കഞ്ഞി ഞങ്ങളെല്ലാവരും കുടിച്ചപ്പോൾ ഒന്നുകൂടെ സന്തോഷമായി. അമ്പലത്തിലേക്ക് കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റാണല്ലോ. ഞാൻ സാധാരണ കഞ്ഞി കുടിക്കാറില്ല, പക്ഷേ അമ്പലത്തിലേക്ക് കഞ്ഞി ആകുമ്പോൾ പിന്നെ നമ്മൾ കുടിച്ചു പോകുമല്ലോ, പ്രത്യേക ഒരു രുചിയല്ലേ അതിനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേർ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കളിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പയ്യെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ആർക്ക് ക്ഷീണവും വിശപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളതേ കനോപ്പിയൊക്കെ ഇട്ടിട്ട് പോയി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെയൊക്കെ കാറോട് തോട്ടത്തോടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും ചേട്ടായും ബോട്ട് കൊണ്ടിടാൻ പുന്നമടയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയതും. ഞാൻ ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആ വീഡിയോ കാണുന്നില്ല. ഓൾറെഡി 1 മാസം ആയല്ലോ. എങ്ങനെയോ ഡിലീറ്റായി, ഡിലീറ്റ് ചെയ്തപ്പോൾ ഡിലീറ്റായി പോയതാണെന്ന് തോന്നുന്നു. ചേട്ടയുടെ ഫോണിൽ നോക്കിയിട്ടും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചെറിയൊരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. വന്നു കഴിഞ്ഞ് എല്ലാവർക്കും ക്ഷീണമായിട്ട് നമ്മളെല്ലാം റെസ്റ്റ് ചെയ്ത് വരുന്നല്ലേ. ആമി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ചേച്ചിയും ഒക്കെ ഇങ്ങോട്ടാണ് വന്നത്. അവർ പോയി. ആമിക്കൊരു വെക്കേഷനാ അല്ലേ? എന്തുവാ കഴിക്കുന്നേ?
ആമിക്ക് ചിക്കൻ ഫ്രൈ തീരെ ഇഷ്ടമല്ല അല്ലേ? ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ആമിയുടെ ജീവന. വിശപ്പില്ലെങ്കിലും ചിക്കൻ ഉണ്ടെന്ന് കേട്ടാൽ എങ്ങും ഇല്ലാത്ത വിശപ്പ് വരും അല്ലേ ആമി? അപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയായിരുന്നു, എൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ കൊണ്ടുവന്ന് ദോശയും കൊണ്ടുവന്നു. അപ്പോൾ ആമി ദോശ കഴിക്കുക. പ്രസന്നാമ്മ അവിടെയാ. രാത്രി നമുക്കിപ്പോൾ ഫുഡിൻ്റെ പരിപാടിയുണ്ട്. പ്രസന്നാമ്മ ചേട്ടായി അവിടെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ള വീട്ടിൽ ഒരാളവിടെ കിടക്കുക റൂമിൽ. ഓ വരുന്നു. അപ്പോൾ അവരെല്ലാവരും പോയി. ആമി ഇവിടെ നിന്നല്ലേ? ആമിക്ക് ഇവിടെ നിൽക്കണ. ആമി ഇവിടെ നിന്ന് പിന്നെ ഒരാളവിടെ കിടന്ന് കരയുക. ഓ ഓ ഓ ഓ ഓ ഫോൺ കാണുമ്പോൾ സൈലൻ്റാണ്, പക്ഷെ ഫോൺ അധികം കാണിപ്പിക്കത്തില്ല. ഇപ്പം നല്ലതല്ലല്ലോ കണ്ണിന്. അപ്പോൾ ആള് ബഹളം തുടങ്ങിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാം. അപ്പം ഇന്ന് അങ്ങനെ കുഞ്ഞവിടെ ചോറൂണൊക്കെ ഭംഗിയായിട്ട് 2 അമ്പലത്തിലും നടന്നു. അതാ ഏറ്റവും വലിയ സന്തോഷം. വരുന്നതാ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലെ ശരിക്കും ഞങ്ങൾ രാവിലെ ഒരുങ്ങി പോയതാ അമ്പലത്തിൽ നടത്താൻ, പക്ഷെ നടത്താൻ പറ്റിയില്ല. സമയം കഴിഞ്ഞായിരുന്നു. അപ്പോഴേ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയുമായിരുന്നു, നല്ല ദിവസമായിരുന്നു. ഇന്ന് 2 അമ്പലത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ഇന്ന് കൂടുതൽ സന്തോഷമായി. അപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വിഷമിക്കരുത്. പിറ്റേന്ന് അതിലും ഭംഗിയായിട്ട് പിന്നീട് അതിലും ഭംഗിയായിട്ട് നമുക്കത് നടക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി അമ്മയും ചേട്ടായും വരും. ഒരു 10:30 ആകുമ്പോഴത്തേക്കും വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കിടക്കും. വേറെ ഇനിയിപ്പോൾ രാത്രി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സിനിമയൊക്കെ കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓ ഒരാൾ വെള്ളം തുടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.